നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന റീഡിംഗ് തേർഡ് പാർട്ടിയെ ഉപേക്ഷിച്ചതിന് ശേഷം നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത ആക്ഷൻ എന്തായിരിക്കും, ഇതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ചെയ്യില്ല. പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവര് വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. റീഡിങ്ങിന് വേണ്ടി എന്നെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോ ഭഗവാനെ നമഃ ശിവായ, ഓം 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 നമഃ ശിവായ. ഭഗവാനെ ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. രണ്ട് കാർഡുകളാണ് വന്നിട്ടുള്ളത്. ആദ്യത്തെ കാർഡ് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയെ ശ്രദ്ധിക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് ഫാമിലിയെ ഒട്ടും മൈൻഡ് ചെയ്യാത്ത, അവർക്ക് ഒരു കൺസിഡറേഷനും അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാത്ത കുറച്ച് ആളുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. ഫാമിലിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം, അവരാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവര്, അത് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം പറയുന്നത് നിങ്ങള് എല്ലാ കാര്യങ്ങളും, നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങൾ പോസിറ്റീവായിട്ട് കാണാൻ ശ്രമിക്കണം. പ്രശ്നങ്ങൾ ഒഴിവായിട്ട് ആർക്കും ജീവിതമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങളുമായിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകുക. പ്രശ്നങ്ങൾ, ഇപ്പൊ ഉള്ള പ്രശ്നങ്ങൾ ഫ്യൂച്ചറിൽ നമുക്ക് നല്ലത് വരാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്നൊരു പോസിറ്റീവ് ചിന്താഗതി നമ്മൾ വളർത്തിയെടുക്കണം. അതുപോലെ തന്നെ പ്രശ്നങ്ങളിൽ കിടന്ന് അയ്യോ പ്രശ്നമുണ്ടെന്ന് പറയാതെ പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യാം എന്നതിനെ കുറിച്ച് ചിന്തിക്കുക കേട്ടോ. അപ്പോ ഇതാണ് രണ്ട് കാർഡുകൾ നിങ്ങൾക്ക് വന്നത്. ഈ വ്യക്തി, നിങ്ങളുടെ വ്യക്തിയുടെ ഓവറോൾ എനർജി, ഇപ്പോഴത്തെ എനർജി എന്താണെന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. നിങ്ങളുടെ വ്യക്തി ഇപ്പൊ എന്ത് എനർജിയിൽ, അപ്പൊ തേർഡ് പാർട്ടിയുമായിട്ട് ബഹളത്തിലാണ്, തേർഡ് പാർട്ടിയെ ഒഴിവാക്കാനാണ് നോക്കുന്നത്. അപ്പോ എന്ത് എനർജിയിലാണ് നിങ്ങളുടെ വ്യക്തി എന്ന് നോക്കാം. കണ്ടോ, സ്റ്റിഫായ കാർഡുകൾ. ഭഗവാനെ ഓം നമഃ ശിവായ. എന്ത് എനർജിയിലാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ഉള്ളത്? തേർഡ് പാർട്ടിയെ ഉപേക്ഷിച്ചിട്ടുണ്ടോ അതോ തേർഡ് പാർട്ടിയെ ഉപേക്ഷിക്കാൻ പോകണോ? ആ ഒരു സിറ്റുവേഷനിലാണിത്. തേർഡ് പാർട്ടിയെ ഉപേക്ഷിക്കാനുള്ള ഒരു ചിന്തയിലാണ് നിങ്ങളുടെ വ്യക്തി. ഇവിടെ നിങ്ങളുടെ വ്യക്തിയുടെ എനർജി നോക്കുമ്പോൾ 4 കാർഡുകളാണ് ഇത് വന്നത്. 4 റിവേഴ്സ് ആണ് വന്നേക്കുന്നത്. നിങ്ങളുടെ വ്യക്തി ഡിവോഴ്സ്, തേർഡ് പാർട്ടിയെ ഡിവോഴ്സ് ചെയ്യും. അപ്പൊ തേർഡ് പാർട്ടി ചിലപ്പോ ഈ വ്യക്തിയുടെ ഭാര്യയോ ഭർത്താവോ ആയിരിക്കാം. ഇവരുടെ കമ്മിറ്റഡ് റിലേഷൻഷിപ്പിലുള്ള ആളാണ് തേർഡ് പാർട്ടി. അപ്പോ ലീഗൽ, നമ്മൾ എപ്പോഴും നോക്കുമ്പോൾ ലീഗലായിട്ട് ആരുമായിട്ടാണോ വിവാഹം കഴിച്ചത് അതാണ് ഫസ്റ്റ് പാർട്ടി. പിന്നെ ആ പേഴ്സൺ, പിന്നെ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് അതിനിടയിലേക്ക് വന്നു കയറുന്ന ആളുകളാണ്. അപ്പൊ ഇവിടെ ഡിവോഴ്സ് ചെയ്യാൻ പോകുന്നു എന്നറിയുമ്പോൾ നിങ്ങളായിരിക്കാം ഈ വ്യക്തിയുടെ തേർഡ് പാർട്ടി. ഈ ബന്ധത്തില് ഇടയ്ക്ക് വന്ന് കയറിയ ആള് നിങ്ങളായിരിക്കാം. അപ്പൊ എന്തായാലും നിങ്ങൾ തേർഡ് പാർട്ടി ആയിട്ട് കാണുന്നത് ഈ വ്യക്തിയുടെ ഭാര്യയോ ഭർത്താവിനെയോ ആണ്. അപ്പൊ അവരെ നിങ്ങളുടെ വ്യക്തി ഉപേക്ഷിക്കാൻ, ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പക്ഷെ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടത്താൻ അവരറിയാൻ പാടില്ല എന്നൊരു ചിന്തയുള്ളത് കൊണ്ട് ഈ വ്യക്തി വളരെ സീക്രട്ടീവ് ആയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടത്തുന്നതെന്നാണ് പറയുന്നത്. കുറച്ചൊക്കെ താമസം ഉണ്ടാകുമെന്ന് ഈ വ്യക്തിക്ക് അറിയാം. പക്ഷേ എത്രയും താമസം ഉണ്ടായാലും അവസാനം ഇത് ഡിവോഴ്സിൽ എത്തണം, ഇത് കംപ്ലീറ്റ് ആയിട്ട് തേർഡ് പാർട്ടിയെ ഒഴിവാക്കണം എന്നതാണ് നിങ്ങളുടെ വ്യക്തി തീരുമാനിച്ചിരിക്കുന്ന കാര്യം. അപ്പൊ ഈ വ്യക്തി കുറെയെല്ലാം ഒതുങ്ങിയാണ് നിൽക്കുന്നത്. ആരോടും മനസ്സ് തുറന്ന് സംസാരിക്കുന്നില്ല, ഉള്ളിലുള്ള പ്ലാൻ ഒന്നും ആരോടും പറയുന്നില്ല. അറിഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രശ്നമുണ്ടാകും. ചിലപ്പോൾ ഡിവോഴ്സ് കിട്ടില്ല എന്ന് തന്നെ നിങ്ങളുടെ വ്യക്തി വിശ്വസിക്കുന്നത് കൊണ്ടാണ് ആരോടും പറയാത്തത്. ഇവിടെ പൈസീസ്, കാപ്രിക്കോൺ, ലീബ്ര 4 കാർഡുകളാണ് ഇവിടെ കാണുന്നത് കേട്ടോ. ആരും അറിയരുത് എന്ന് ഈ വ്യക്തിക്ക് ഭയങ്കര ആ ഒരു ആഗ്രഹമുണ്ട്. ആരും അറിയാൻ പാടില്ല, ഇത് നടന്നു കഴിഞ്ഞിട്ടേ ആൾക്കാർ അറിയാവൂ. അപ്പൊ ചിലപ്പോ നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് ഈ വ്യക്തി ഒഴിവാക്കിയിട്ടുണ്ടാവണം. അപ്പൊ നിങ്ങളോട് ഒരു കോണ്ടാക്റ്റും ഇല്ലായിരിക്കാം. കാരണം ഡിവോഴ്സിന്റെ സമയത്ത് ഇതെല്ലാം പൊങ്ങി വരും. അവിഹിത ബന്ധങ്ങളെല്ലാം പൊങ്ങി വരും. അതൊക്കെ വലിയ പ്രശ്നമാവും. അതുകൊണ്ടാണ് ഈ വ്യക്തി ആരോടും മിണ്ടാതെ, നിങ്ങളോട് പോലും ചിലപ്പോൾ ഇതൊന്നും പറയുന്നില്ലായിരിക്കും. നിങ്ങളെ ഇപ്പോ ബ്ലോക്ക് ചെയ്തായിരിക്കാം, നിങ്ങളോടൊന്നും സംസാരിക്കുന്നില്ല, ഈ വ്യക്തി എവിടെയാന്ന് നിങ്ങൾക്ക് അറിയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ അപ്പൊ നിങ്ങൾ ടെൻഷൻ അടിച്ചിരിക്കുകയായിരിക്കും. എന്തായാലും
ഈ വ്യക്തി ഇപ്പോ തേർഡ് പാർട്ടിയെ കംപ്ലീറ്റ് ആയിട്ട് ഉപേക്ഷിക്കാനുള്ള ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് എന്നാണ് പറയുന്നത്. എന്താണ് ഇവരുടെ ഇപ്പോഴത്തെ അവസ്ഥ? അപ്പോൾ എനർജി അങ്ങനെയാണ് കാണിക്കുന്നത്. വളരെ നെഗറ്റീവ് ആയിട്ടുള്ള എനർജിയാണ്, വളരെ സീക്രട്ടീവ് ആയിട്ടുള്ള എനർജിയാണ്. വളരെ എന്താ പറയാ, ഒത്തിരി വെപ്രാളമുള്ള പേടിയുള്ള ഒരു എനർജി ആയിട്ടാണ് ഈ വ്യക്തിയെ കാണിക്കുന്നത്. ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നോക്കുമ്പോ പോസിറ്റീവായ കാർഡ്സ് ഒന്നും ഇല്ലേ? പോസിറ്റീവ് ഉണ്ടല്ലോ, വരുന്നില്ല. പക്ഷെ അതാണ് ഞാൻ നോക്കിയത്, എന്താ വരാത്ത, എന്തും വരുന്നില്ല. പോസിറ്റീവ് കാർഡുകൾ ഉണ്ട്, ഞാൻ കണ്ടു, അല്ലെങ്കിൽ ഞാൻ എല്ലാം കൂടെ റിവേഴ്സ് അടിച്ചത്. പക്ഷെ ഇതിൽ പോസിറ്റീവ് ഉണ്ട്, പക്ഷെ ഇതൊക്കെ നിങ്ങൾ കാണണമെന്ന് നിർബന്ധമുള്ള പോലെ. എന്താണ് ഈ വ്യക്തിയുടെ അവസ്ഥ? ഈ വ്യക്തി ഇപ്പോ കുറെയൊക്കെ വഴക്കുണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ വ്യക്തി ഇപ്പോ എല്ലാ ആളുമായിട്ട് ഒട്ടും ഹാപ്പി അല്ല. അവിടെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, വഴക്കടിക്കലും ബഹളവും അടിയും ബഹളവും ഒക്കെ ആയിരുന്നു. അപ്പൊ കുറെയൊക്കെ ഫൈറ്റ് ചെയ്ത് എങ്ങനെയെങ്കിലും ഈ റിലേഷൻഷിപ്പ് മുമ്പോട്ട് കൊണ്ടുപോകാമോ എന്ന് ഈ വ്യക്തി കുറെ പരിശ്രമിച്ച് നോക്കി. പക്ഷെ ഒരു രക്ഷയില്ല, ഈ റിലേഷൻഷിപ്പിന് ഒരു ഗ്രോത്തും ഇല്ല. പക്ഷെ ഈ വ്യക്തി ഈ ഒരു തീരുമാനം എടുക്കുമ്പോൾ ഈ വ്യക്തിക്ക് ഫാമിലിയിലുള്ള ചിലപ്പോൾ ഈ വ്യക്തിയുടെ അമ്മ അച്ഛൻ ഇവരൊന്നും ഇത് ഇഷ്ടപ്പെടില്ല. അമ്മായി അമ്മാവനൊപ്പം മുതിർന്നവർക്കൊന്നും ഈ വ്യക്തിയുടെ ഈ തീരുമാനം ഇഷ്ടമാകില്ല. അപ്പൊ അവരെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കാൻ ഈ വ്യക്തി നോക്കി എന്നാണ് പറയുന്നത്. പക്ഷെ അവരെല്ലാം ഈ വ്യക്തിയുടെ ഈ ഒരു ഡെസിഷൻ എടുക്കുന്നതിന് എതിരാണ്. ഈ ബന്ധത്തിൽ തന്നെ തുടരണം എന്നാണ് ഇവര് പറയുന്നത്. അപ്പൊ ഇവരെല്ലാവരും കൂടെ ആലോചിച്ച് ഉണ്ടാക്കിയ ബന്ധമായിരിക്കാം ഇത്. അതുകൊണ്ടായിരിക്കാം ഇവർക്ക് ഇത് നഷ്ടപ്പെട്ടു പോകാൻ ആഗ്രഹിക്കാത്തവരാരും. അപ്പൊ എന്തായാലും ആരും ഈ വ്യക്തിയോട് ഇപ്പൊ ഹാപ്പി അല്ല എന്നാണ് പറയുന്നത്. വ്യക്തി ഒറ്റയ്ക്കാണ് ഇപ്പോ, ആരുടെയും സഹായമൊന്നും ഇല്ലാതെയാണ് ജീവിക്കുന്നത്. എന്തായാലും ഈ വ്യക്തി ഫ്യൂച്ചറിനെ കുറിച്ച് ചില പ്ലാനുകൾ ഉണ്ട്. അപ്പൊ വളരെ കാൽക്കുലേറ്റീവ് ആയിട്ടാണ് ഇതൊക്കെ നൈമിഷികമാണ് ഈ പ്രശ്നങ്ങൾ എന്നൊരു ബോധം ഈ വ്യക്തിക്കുണ്ട്. ഈ നേരത്തെ മറ്റുള്ളവരുടെ സന്തോഷമായിരുന്നു ഈ വ്യക്തി നോക്കിയിരുന്നത്. ഇപ്പൊ ഈ വ്യക്തിയുടെ സന്തോഷമാണ് നോക്കുന്നത്. ഇനിയിപ്പോ ഇപ്പൊ ചിലപ്പോ പ്രായമായിട്ടുണ്ടാവും, പക്ഷെ ഈ ബന്ധം തുടങ്ങിയ പ്രശ്നമുള്ളതെങ്കിലും വീട്ടുകാരെയും നാട്ടുകാരെയും ബോധിപ്പിക്കാനായിരിക്കാം ഈ വ്യക്തി ഈ സ്ത്രീയോടോ പുരുഷനോടോ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചിരുന്നത്. അതിനിടയ്ക്കായിരിക്കും നിങ്ങളുമായിട്ടുള്ള ബന്ധം തുടങ്ങിയത്. അപ്പൊ നിങ്ങളുമായിട്ട് ഈ വ്യക്തി ഹാപ്പി ആയിരിക്കാം, അറിയില്ല. എന്തായാലും ഈ വ്യക്തി ഈ ബന്ധം, ഇപ്പൊ ഉള്ള ബന്ധം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഈ വ്യക്തി. ആര് എന്തു പറഞ്ഞാലും എനിക്ക് ഇനിയുള്ള ജീവിതം എനിക്ക് സന്തോഷത്തോടെ ജീവിക്കണം, സമാധാനത്തോടെ ജീവിക്കണം, എന്നെ സ്നേഹിക്കുന്ന ഒരാളുടെ കൂടെ ജീവിക്കണം എന്ന് ഒരു ചിന്ത ഈ വ്യക്തിയുടെ മനസ്സിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അവസാനം ഈ വ്യക്തി ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. എല്ലാവരും എതിരാണ്. ഈ വ്യക്തി ഇപ്പൊ ആരോടും ഫൈറ്റ് ചെയ്യുന്നില്ല, ആരോടൊന്നും പറയുന്നില്ല, ഉള്ളിലുള്ള പ്ലാൻ എല്ലാം മനസ്സിൽ വെച്ചോണ്ടിരിക്കുക. ടോറസ് ലീബ്രയാണ് ഇവിടെ കാണുന്നത്. എന്തായാലും ഒറ്റയ്ക്കാണ്, പൈസ സേവ് ചെയ്യുന്നുണ്ട്, വളരെ പ്ലാനിങ്ങോട് കൂടി മുമ്പോട്ട് പോകുന്ന ഒരു വ്യക്തിയാണിത്. തേർഡ് പാർട്ടിയെ ഉപേക്ഷിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് 3 കാർഡുകൾ വന്നിട്ടുണ്ട്. ഭയങ്കര അടിയും ബഹളമായിരുന്നു. അപ്പൊ ഈ വ്യക്തി കുറച്ച് ഈഗോ ഉള്ള ആളാണ്. അപ്പോ ഈ വ്യക്തിയെ കുറിച്ച് അനാവശ്യം പറയുക, അതുപോലെ തന്നെ ഈ വ്യക്തി ചിലപ്പോ ഭാര്യയുടെ അല്ലെങ്കിൽ ഭർത്താവിന്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോ, നമ്മൾ ഒരു ഭാര്യയും ഭർത്താവ് കുറച്ച് ഉഴപ്പാണ്, അല്ലെങ്കിൽ ഭാര്യ കുറച്ച് ഉഴപ്പാണ്. അപ്പൊ അവരുടെ ഈ ഉഴപ്പ് സ്വഭാവം കാണുമ്പോൾ അവരുടെ ഇപ്പോഴത്തെ ആ ലൈഫിലുള്ള ഭാര്യയ്ക്കോ ഭർത്താവിനോ ഇഷ്ടപ്പെടില്ല. മനസ്സിലായോ? അപ്പൊ അവരെന്നും അടിയായിരിക്കും. ചിലര് അഡ്ജസ്റ്റ് ചെയ്ത് പോകും, ചിലർക്ക് ദേഷ്യം വരും, ഈഗോ ഹേർട്ട് ആവും. അപ്പൊ അവരെന്നും അടിയായിരിക്കും. പക്ഷെ ഈ പറയുന്ന വ്യക്തി, നിങ്ങളുടെ വ്യക്തി, ആ സ്വഭാവം മാറ്റില്ല. അപ്പൊ ഈ വ്യക്തിയുടെ റിലേഷൻഷിപ്പിൽ പലരും ഉണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ മാത്രമായിരിക്കാം. അപ്പോ ഈ വ്യക്തി പക്ഷെ ഈ വ്യക്തി അതൊരു തെറ്റായിട്ട് കാണുന്നത് നിങ്ങൾ ഒട്ടും കാണില്ല. കാരണം നിങ്ങളുടെ ജീവിതത്തിലാണ് ഈ വ്യക്തി ഉള്ളത്. പക്ഷേ ഇനി ഫ്യൂച്ചറിൽ ഇങ്ങനെ ഒരു സ്വഭാവമുള്ള ഒരാള് ഫ്യൂച്ചറിൽ ഇനി വേറൊരാളുമായിട്ട് ബന്ധത്തിലേക്ക് വരുമ്പോഴാണ് നിങ്ങൾ ഇതിന്റെ ഈ ഒരു പ്രശ്നം, ഈ വ്യക്തിയുടെ സ്വഭാവത്തിലുള്ള ഈ വൈകല്യം നിങ്ങൾ മനസ്സിലാകുക അപ്പോഴാണ്. ഇപ്പോ നിങ്ങൾക്ക് ഈ വ്യക്തിയുടെ ജീവിതത്തിലുള്ള ലീഗലായ ആള് ഒരു എന്താ പറയാ, ഒരു തേർഡ് പാർട്ടിയാണ്, അവരെങ്ങനെയെങ്കിലും ഒഴിഞ്ഞാൽ മതി, ഈ വ്യക്തിക്ക് ഒട്ടും ഹാപ്പി അല്ല, എപ്പോഴും വഴക്കാണ്, ബഹളമാണ്. ഒരു ഭാര്യ ഭർത്താവിനോട് വഴക്കിടുമ്പോ അത് എന്താണ്, എന്തുകൊണ്ടാണ് ഈ വഴക്കുണ്ടാക്കുന്നത് നമ്മൾ ആലോചിക്കണം. അതുപോലെ ഭർത്താവ് ഭാര്യയോട് വഴക്കുണ്ടാക്കുമ്പോൾ അത് എന്താണ്, അതിന്റെ പിന്നിലുള്ള രഹസ്യം എന്താണെന്ന് നമ്മൾ അറിയാനുള്ള ഒരു മൈൻഡ് വേണം നമുക്ക്. കാരണം ഇവര് പറയുന്നതാണ് നമ്മൾ അറിയുന്നത്, ശരിക്കുമുള്ള കാര്യം നമുക്കറിയില്ല. ചിലപ്പോ സംശയമുള്ള ആളായിരിക്കാം ഭാര്യ, അത് വേറൊരു കാര്യം. പക്ഷെ ഇവിടെ അങ്ങനെ തോന്നുന്നില്ല. ഈ വ്യക്തിക്ക് കുറച്ച് ഉഴപ്പ്, കാരണം ഇവിടെ ഒരു കിങ് ഓഫ് സ്വേർഡ്സ് വന്നു. കിങ് ഓഫ് സ്വേർഡ്സ് എന്ന ഉഴപ്പിന്റെ രാജാവാണ് കിങ്. മനസ്സിലായോ? ഒരു രക്ഷയില്ല, ഭയങ്കര ഈഗോ ഉള്ള, സ്വന്തം തെറ്റുകൾ ഒട്ടും മനസ്സിലാക്കാത്ത ഒരു വ്യക്തിയാണ് നിങ്ങളുടെ കൂടെയുള്ള ഈ വ്യക്തി.
മനസ്സിലാവുണ്ടോ? അപ്പൊ ഇവരുടെ ഭാര്യയോ ഭർത്താവോ ഇവരുമായിട്ട് വഴക്കുണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിന് തക്കതായ കാര്യമുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇവരുടെ സൈഡാണ് നിങ്ങളിപ്പോ പറയുന്നത്, അയ്യോ ഭാര്യ ഭയങ്കര ശല്യമാണ്, ഏത് നേരവും വഴക്കാണ്, ഈ വ്യക്തിക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തില്ല, അതില്ല ഇതില്ല. അപ്പൊ ഭാര്യമാരാകുമ്പോ അവർ പല വഴിക്കും ഭർത്താവിനെ തിരിച്ചു കൊണ്ടുവരാനും നല്ല വഴിക്ക് നടത്താനും നോക്കും. അതുപോലെ തന്നെ ഭർത്താക്കന്മാര് ഭാര്യയെ വഴിവിട്ടു പോയി കഴിഞ്ഞാൽ മിക്കവരും ഉപേക്ഷിക്കില്ല. അവരെങ്ങനെയെങ്കിലും ഒക്കെ ഭാര്യയെ പറഞ്ഞിക്കാരെ കല്യാണം കഴിഞ്ഞ് 4 പേര് അറിഞ്ഞ് കല്യാണം കഴിച്ചാണ്. നാണക്കേടാണ്, വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒക്കെ ഭയങ്കര ദേഷ്യം വരും അവരോട്. അതുകൊണ്ട് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് അവർ കൊണ്ടുവരാൻ നോക്കും. മനസ്സിലായോ? പക്ഷേ പുറത്തു നിന്ന് നോക്കുന്നത് നമുക്കത് മനസ്സിലാവില്ല. കാരണം നമ്മൾ ഇപ്പം ഒരു സ്ത്രീ ഭർത്താവിനോട് ചൂടായി നമ്മൾ കാണുമ്പോൾ അവള് കണ്ടില്ലേ ഭർത്താവിനോട് ചൂടാവുന്നത്, പക്ഷെ അവള് എന്തോരം അനുഭവിച്ചിട്ടാണ് അവസാനം അയാളോട് ചൂടാവുന്നത്, ആ ഒരു ചിന്ത നമുക്ക് പോകില്ല. നമ്മൾ ആ ഒരു ഇൻസിഡന്റ് വെച്ചിട്ടാണ് ഈ സ്ത്രീയെ ജഡ്ജ് ചെയ്യുക. അല്ലെങ്കിൽ ഒരു ഭർത്താവ് ഭാര്യയെ അടിച്ചു, നമ്മൾ ആ ഒരു ഇൻസിഡന്റിലാണ് നോക്കുന്നത്. പക്ഷെ എങ്ങനെയാണ് അവർ ആ ഒരു അടിയിലേക്ക് എത്തിയത് എന്ന് നമുക്ക് ആർക്കും അറിയില്ല. പക്ഷെ നമ്മള് പെണ്ണിനെ അടിക്കാൻ പാടില്ല ആ ഒരു ചിന്തയിലാണ്. അപ്പൊ അയാളെ കുറ്റക്കാരനായി. മനസ്സിലാണോ? ഞാൻ ആരുടെയും സൈഡ് എടുത്ത് പറയില്ലല്ല. പല കാര്യങ്ങളും നമ്മളുടെ സൊസൈറ്റി നടക്കുന്നത് നമ്മൾ ഒരു ഇൻസിഡന്റ് വെച്ചിട്ട് ആരെയും ജഡ്ജ് ചെയ്യരുത്, അതാണ് ഉദ്ദേശിച്ചത്. അവരെല്ലാം അവിടം വരെ എത്താനായിട്ട് കുറേ കടമ്പ കടന്നിട്ടായിരിക്കണം, കുറെ സഹിച്ചിട്ടായിരിക്കണം അവർ അവിടെ എത്തിയത്. നമുക്കറിയില്ല അതിനെ കുറിച്ചിട്ട്, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഇവിടെ കാണുന്ന ഈ വ്യക്തി ശരിക്കും അങ്ങനത്തെ ഒരു സ്വഭാവമുള്ള ഒരു എന്താ പറയാ, അങ്ങനെ സ്വഭാവ വൈകല്യമുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുടെ കൂടെ ഇപ്പൊ ഉള്ള ഈ ഭാര്യയോ അല്ലെങ്കിൽ ഭർത്താവിനെയോ ഉപേക്ഷിക്കാൻ ശ്രമിക്കുന്ന ഈ വ്യക്തി. ഈ വ്യക്തിയുടെ രസം എന്ന് വെച്ചാൽ, ഈ വ്യക്തി നിങ്ങൾ കയ്യിലായി ഈ ഭാര്യയെ അല്ലെങ്കിൽ ഭർത്താവിനെ ഉപേക്ഷിച്ച് നിങ്ങളുമായിട്ടുള്ളൊരു ബന്ധം തുടങ്ങുമ്പോൾ അവിടെ സെറ്റിൽ ആയി എന്ന് അറിയുമ്പോൾ നിങ്ങളിലും ഹാപ്പി ആവില്ല. ഈ വ്യക്തി പിന്നെയും ചുറ്റിലും നോക്കും. എന്നിട്ട് വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കി അവരുടെ പുറകെ പോകുമ്പോഴാണ് ഈ ഭാര്യയോ ഭർത്താവോ അനുഭവിച്ച ആ ഒരു പ്രശ്നം നിങ്ങൾ ഫേസ് ചെയ്യാൻ വരുന്നത്. ഇപ്പൊ നിങ്ങൾക്കത് അറിയില്ല. ഞാനിത് നിങ്ങളെ ഒന്ന് ബോധിപ്പിച്ചതാണ് പറഞ്ഞത്. കാരണം അങ്ങനത്തെ ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ചെകുത്താനുണ്ട് ഇവിടെ, ഈ വ്യക്തിയുണ്ട്. അപ്പോ ഈ സ്ത്രീയോ പുരുഷനോ ആയിക്കോട്ടെ, പക്ഷെ ഇവരുടെ സ്വഭാവ വൈകല്യമുള്ള ഒരു എനർജിയാണിത്. അപ്പോ ഈ വ്യക്തി എന്തുകൊണ്ടാണ് തേർഡ് പാർട്ടി ഉപേക്ഷിക്കുന്നത്? തേർഡ് പാർട്ടി ഇവരുടെ ഈ വൈകല്യത്തിന് അഡ്ജസ്റ്റ് ചെയ്യില്ല. ആദ്യം തുടങ്ങിയേ അവര് ഇത് സമ്മതിക്കില്ല, ഇത് പറ്റില്ല, എന്റെ ഭർത്താവായിട്ടിരിക്കും അല്ലെങ്കിൽ എന്റെ ഭാര്യയായിട്ടിരിക്കുമ്പോൾ എന്റെ ഭാര്യയായിട്ടിരിക്കണം, അല്ലാതെ പല സ്ത്രീകളായിട്ട്. വെച്ചാല് ഈ പ്രശ്നം എന്താന്ന് വെച്ചാൽ, ഇങ്ങനെ വൈകല്യമുള്ളവര് ആ ഭാര്യയുടെ ഫ്രണ്ട്സിനോടോ ഭർത്താവിന്റെ ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ ഫാമിലിയിലുള്ള പല സ്ത്രീകളോടും ഭാര്യയുടെ വീട്ടിലുള്ള പല സ്ത്രീകളോടും എല്ലാം അലമ്പായിട്ട് പെരുമാറും, നാണക്കേടാവും. അതൊക്കെ അനുഭവിക്കുന്നവർക്കേ അറിയാൻ പറ്റുള്ളൂ. പലരും എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ആയതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ചിലരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വട്ടാണ്, നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്, ഇതൊക്കെ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയില്ലെങ്കിൽ അത് നിങ്ങൾക്ക് അത്രയും ലോക പരിചയം ഇല്ലാത്തത് കൊണ്ടാണെന്നേ പറയും. ഇത് അനുഭവിക്കുന്നവർക്ക് അറിയാം. എൻ്റെ അടുത്ത് റീഡിങ്സിൽ വരുന്നവർക്ക് അവരെ കുറിച്ച് എനിക്കറിയാം. അതുകൊണ്ടാണ് അവര് പറയുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. അപ്പം മറ്റുള്ളവരുടെ കയ്യിൽ ഒരു സാധനം ഇരിക്കുമ്പോൾ നമുക്കത് ഭയങ്കര പ്രിയപ്പെട്ടതായിട്ട്, പക്ഷെ നമ്മളുടെ കയ്യിൽ എത്തിക്കഴിയുമ്പോൾ ഇത് പിന്നെ എന്ത് ചെയ്യണം എന്ന് നമ്മളൊരു അന്തം വിടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അങ്ങോട്ടാണ് ഈ റിലേഷൻഷിപ്പ് പോകുന്നത്. അപ്പോ ഈ വ്യക്തി ഇപ്പോ തേർഡ് പാർട്ടി ഉപേക്ഷിക്കാനുള്ള ഡിവോഴ്സ് ചെയ്യാൻ കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല്, തേർഡ് പാർട്ടി ഇവരുടെ ഉഴപ്പ് സ്വഭാവത്തിന് അഡ്ജസ്റ്റ് ചെയ്യാത്ത ഒരു ആളായതുകൊണ്ടാണ്. ഇവര് ഭയങ്കര കള്ളത്തരമുള്ള ഈ വ്യക്തി ഒരിക്കലും ഈ വ്യക്തി ചെയ്യുന്ന കള്ളത്തരം ആക്സെപ്റ്റ് ചെയ്യില്ല. ആരെങ്കിലും പറഞ്ഞ് ഭാര്യ ഇപ്പൊ അല്ലെങ്കിൽ ഭർത്താവ് അറിഞ്ഞു ഇന്ന ആളുടെ കൂടെ ആയിരുന്നു, അല്ലെങ്കിൽ അവരോട് ഞാൻ അങ്ങനെയൊന്നും അല്ല, കള്ളത്തരം. ഇത് രണ്ടും കള്ളത്തരത്തിന്റെ കാർഡ്. ഇത് വഴക്കിന്റെ കാർഡാണ്, ഭയങ്കര വഴക്കാണ്. അപ്പൊ വഴക്ക് ഒഴിവാക്കാനും ഈ വ്യക്തി ഇനിയിപ്പോ ഈ സ്ത്രീയായിട്ട് ബന്ധമില്ല പുരുഷനായിട്ട് ബന്ധമില്ലെങ്കിൽ ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവരെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ അതിന് മനസമാധാനത്തിന് വേണ്ടിയിട്ടാണെന്നാണ് ഈ വ്യക്തി പറയുന്നത്. നിങ്ങളോട് അത് തന്നെയായിരിക്കും പറയുന്നത്. ഇതും അതുപോലെ തന്നെയാണ്, കള്ളത്തരം, ഭയങ്കര കള്ളത്തരം. അപ്പൊ ഈ വ്യക്തിയുടെ കള്ളത്തരം പിടിക്കപ്പെട്ടു എന്ന് കുറെ നാള് ഇവര് വിശ്വസിച്ചു. മറ്റുള്ളവർ പറയുന്നത് തെറ്റാണ്, എന്റെ ഭർത്താവ് അങ്ങനെയല്ല, ഭാര്യ അങ്ങനെയല്ല, ഇവരും നിങ്ങളെ പോലെ തന്നെ വ്യക്തിയെ വിശ്വസിച്ചിരുന്നു. പക്ഷെ കയ്യോട് പിടിച്ചു കഴിഞ്ഞപ്പോ അതിലുള്ള ആ വേദന മനസ്സിലായി. അപ്പോഴാണ് വഴക്ക് തുടങ്ങിയത് ഇവിടെ. ആ വഴക്ക് തുടങ്ങി ഈ വ്യക്തി ചെയ്തത് ഇവര് കണ്ടുപിടിച്ചു എന്നറിഞ്ഞപ്പോ നിൽക്കക്കള്ളി ഇല്ലാതെ കൊണ്ടാണ് ഇവരെ ഡിവോഴ്സ് ചെയ്യാൻ പോകുന്നത്. വ്യക്തി വളരെ സ്വാർത്ഥനായ, വളരെ സ്വാർത്ഥതയുള്ള ഒരു എനർജിയാണ് നിങ്ങളുടെ കയ്യിലേക്ക് വന്ന് കയറാൻ പോകുന്നത്. നമുക്ക് നോക്കാം അടുത്ത ആക്ഷൻ എന്താണെന്ന്. ഞാൻ ഇത്രയും പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. മറ്റുള്ളവരുടെ ജീവിതം നമ്മൾ കാണുമ്പോൾ അയ്യോ പാവം എന്തോരം അവര് വഴക്കടിക്കുന്നുണ്ട്, പുള്ളിയെ ഭക്ഷണവും കൊടുക്കൂല, ഡ്രസ്സൊന്നും തേച്ചു കൊടുക്കൂല. കാരണം അവര്
ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടിട്ട് നിൽക്കുന്ന ഒരു സ്ത്രീ, നമ്മൾ അവരെ ജഡ്ജ് ചെയ്യാനേ പാടില്ല. ഒരു പുരുഷനെയും സ്ത്രീയെയും വല്ലവരും പറയുന്നത് കേട്ട് നമ്മൾ അവരുടെ ജീവിതം അടുത്ത് കാണാതെ നമ്മൾ ഒരിക്കലും ആരെയും ജഡ്ജ് ചെയ്യാൻ പാടില്ല. മനസ്സിലായോ? അപ്പൊ ആ ഒരു അവസ്ഥയാണ് ഇവിടെ വരുന്നത്. ഇതുകൊണ്ടാണ് ഈ വ്യക്തി തേർഡ് പാർട്ടി ഉപേക്ഷിക്കുന്നത്. ഈ വ്യക്തിയുടെ അടുത്ത ആക്ഷൻ എന്തായിരിക്കും? ഈ തേർഡ് പാർട്ടിയെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ, ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അടുത്ത ആക്ഷൻ? അടുത്ത ആക്ഷൻ നേരെ നിങ്ങളുടെ അടുത്തേക്കാണ് വരാൻ പോകുന്നത് കേട്ടോ. നൈറ്റ് ഓഫ് സ്വർഡ്സ് ആണ്. കാരണം ഇത് സിംഗിൾ എനർജി ആവും. ഡിവോഴ്സ് കഴിഞ്ഞാൽ ഈ കല്യാണം കഴിച്ച് കുട്ടികളുമായ ഭാര്യയും അല്ലെങ്കിൽ കുട്ടികളും ഭർത്താവുമായിട്ട് ഇരിക്കുന്ന ഈ ആള് ഡിവോഴ്സ് കഴിഞ്ഞാൽ സിംഗിൾ എനർജി ആയി. പിന്നെ ഇയാൾക്ക് സിംഗിൾ എനർജിയുടെ ജീവിതമാണ് ഉള്ളത്. മനസ്സിലായോ? ലീഗൽ മാരിഡ് അല്ലല്ലോ. അപ്പൊ സിംഗിളിലാണ് ഈ വ്യക്തി വരാൻ പോകുന്നത്. വളരെ സ്പീഡിൽ നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്നാണ് പറയുന്നത്. നിങ്ങൾ പക്ഷെ ഓവർവെൽഡ് ആയി പോവും. മനസ്സിലാണ്ടോ? അപ്പൊ അടുത്ത ആക്ഷൻ ഇതാ, നിങ്ങൾക്കൊരു സർപ്രൈസ് തരണം. കാര്യമൊക്കെ ശരി, ഓക്കെ, നിങ്ങൾ ഹാപ്പി ആകുന്ന വ്യക്തി കാണുമ്പോ അയ്യോ എന്റെ അടുത്തേക്ക് തിരിച്ചു വന്നല്ലോ, എവിടെയായിരുന്നു, പിന്നെ ഭയങ്കര സന്തോഷം, അതൊക്കെയാണ് വ്യക്തി ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്കൊരു സർപ്രൈസ് തരാൻ വേണ്ടി നിങ്ങളുടെ അടുത്തേക്ക് പാഞ്ഞു വരുമെന്നാണ് പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ ഈ റീഡിംഗ് കാണുന്നവർക്ക് വളരെ സന്തോഷമാകും. പക്ഷെ ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങൾ കുറച്ചൊന്ന് ഓർക്കുക. എന്തുകൊണ്ടാണ് തേർഡ് പാർട്ടി ഈ വ്യക്തി അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ലീഗലി പാർട്ട്ണറിനെ എന്തുകൊണ്ടാണ് ഈ വ്യക്തി ഡിവോഴ്സിൽ എത്തിച്ചത് ആ റിലേഷൻഷിപ്പ് എന്ന കാര്യം നിങ്ങൾ ഓർക്കണം കേട്ടോ. ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ചെയ്യില്ല. എന്നാലും ചിലർക്കെങ്കിലും റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ചിന്തിക്കണം. കുഴിയിലേക്ക് ചെന്ന് ചാടരുത്. ഈ വ്യക്തിക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല. ഇപ്പൊ ഇവരെ കല്യാണം കഴിച്ചു, ഇവരെ ഡിവോഴ്സ് ചെയ്തു. നിങ്ങളുടെ അടുത്ത് നിങ്ങളെ കല്യാണം കഴിച്ച് നിങ്ങൾ ഡിവോഴ്സ് ചെയ്തു. ഇവർക്കൊന്നുമില്ല. പിന്നെ വേറെ ആരെങ്കിലും ഇവർ കണ്ടുപിടിക്കും. ഇവരുടെ ജീവിതം പോകും, നിങ്ങളുടെ ജീവിതം നശിച്ചു പോകും. കാരണം നിങ്ങൾ ഈ വ്യക്തിയെ ശരണം എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു കാര്യം ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പൊ ഈ ഡിവോഴ്സ് കഴിഞ്ഞ ഉടനെ നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് സർപ്രൈസ് തരണമെന്നാണ് വ്യക്തി പറയുന്നത്. സർപ്രൈസ് ആയിട്ട് ഇരുന്നാല് കൊള്ളാം. നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് ഭഗവാനെ? ഇവർക്കുള്ള ഗൈഡൻസ് എന്താണ് ഭഗവാനെ? നിങ്ങൾക്കുള്ള ഗൈഡൻസ് ചോദിക്കുന്നു. ഭഗവാൻ 2 കാർഡാണ് ദൈവം തരുന്നത്. നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒന്നും കിട്ടാനില്ല എന്നാണ് പോസിറ്റീവ്. ഇത് വിക്ടറിയുടെ കാർഡാണ്. പക്ഷെ ഇത് നിങ്ങളുടെ നാശം തുടങ്ങുമെന്നാണ് പറയുന്നത്. വിക്ടറി കാർഡാണ് ഇങ്ങനെ ഇരിക്കുമ്പോൾ. ഇത് ഇവിടെ വീണേക്കുന്ന റിവേഴ്സ് ആണ്. നിങ്ങൾ കാണുമ്പോൾ അത് പോസിറ്റീവ് ആണ്, ഞാൻ കാണുമ്പോൾ നെഗറ്റീവ് ആണ്. ഇത് വിക്ടറി കാർഡാണ്, പക്ഷെ ഇത് നാശത്തിന്റെ തുടക്കമാണ്. നിങ്ങൾക്ക് എല്ലാം നഷ്ടമാകുമെന്നാണ് പറയുന്നത്. വിക്ടറിയുടെ ഓപ്പോസിറ്റ് എന്താണ്? തോൽവി. മൊത്തത്തിലൊരു തോൽവിയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്. അതുപോലെ തന്നെ നൈറ്റ് ഓഫ് വാൻസ്, അടിപൊളി. നൈറ്റ് ഓഫ് വാൻസ് എന്ന് പറഞ്ഞാൽ ഇത്രയും ഉഴപ്പുള്ള ഒരു എനർജി വേറെ ഇല്ല. വളരെ അഡ്വെഞ്ചറസ് ആണ്. ഇത് സിംഗിൾ എനർജിയാണ് 2 പ്രാവശ്യം കാണിക്കുന്നത്. ഈ വ്യക്തി സിംഗിൾ എനർജി ആയിട്ടിരിക്കും. നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ ഇരിക്കുമ്പോഴും ഈ വ്യക്തി സിംഗിൾ എനർജി ആയിട്ടാണ്. ഇവിടെ സ്നേഹം കാണിക്കുന്നില്ല. മനസ്സിലായല്ലോ? അപ്പോ ഞാൻ വിജയിച്ചു എന്നൊരു ചിന്ത ഈ വ്യക്തിക്ക് വരുന്നത് കൊണ്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് ഓടി വരുന്നത്. ഞാൻ ഡിവോഴ്സ്ഡ് ആയി, ഇനിയിപ്പോ നമ്മൾ തമ്മിൽ നമ്മളുടെ ജീവിതത്തിൽ പ്രശ്നമൊന്നും ഇല്ല എന്ന് പറയുമ്പോഴും നിങ്ങളെ വിവാഹം കഴിക്കാൻ ഈ വ്യക്തി പറയില്ല. അല്ലെങ്കിൽ നിങ്ങളെ ഈ വ്യക്തി വിവാഹം കഴിക്കണമെന്ന് ഈ വ്യക്തി പറയില്ല. കാരണം ഈ സിംഗിൾ എനർജിയിൽ കുറെ നാൾ ഇരിക്കാനാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത്. മനസ്സിലാവുണ്ടോ? ഒരു വിവാഹത്തിലേക്ക് പോകാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല. കുറച്ച് ഉഴപ്പാനുള്ള ഒരു ചാൻസ്. നമ്മൾ ലീഗൽ പാർട്ട്ണർ ആകുമ്പോൾ നമുക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. നമ്മളുടെ കൂടെ ലീഗൽ ആയിട്ടുള്ള ഒരു പാർട്ട്ണർ ഉള്ളപ്പോൾ നമുക്ക് ഭയങ്കര റെസ്ട്രിക്ഷൻസ് ആണ്. പക്ഷേ സിംഗിൾ ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് റെസ്ട്രിക്ഷൻസ് ഇല്ല. നമുക്ക് ആരുടെ കൂടെയും എവിടെയും എപ്പോ വേണമെങ്കിലും സംസാരിക്കുകയോ കൂടെ പോകുകയൊക്കെ ചെയ്യാം. അതാണ് ഈ വ്യക്തിയുടെ ഉദ്ദേശം. നിങ്ങൾക്ക് വലിയ പണിയാണ് വരുന്നത്. എടുത്തു ചാടി ഒരു തീരുമാനവും എടുക്കണ്ട. ഇത് ഒരു സിംഗിൾ എനർജിയാണ്, അഡ്വെഞ്ചർ ലവിങ് ആണ്, ഭയങ്കരമായിട്ടുള്ള യാത്രകൾ പോകാൻ ഇഷ്ടപ്പെടുന്ന പല ബന്ധങ്ങൾ, ഇന്ന് ചാടി 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 പല ബന്ധങ്ങൾ. കുരങ്ങിന്റെ സ്വഭാവമല്ല, ഒരു ചില്ലയിൽ അപ്പുറത്തേക്ക് ചാടും, അപ്പുറത്ത് അവിടെ പഴം കാണും, ഇപ്പുറത്ത് ചാടും. നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഈ വ്യക്തിയുടെ ഇനിയുള്ള ജീവിതം. അത്രയും ഫാസ്റ്റ് ആയിട്ടാണ് ഈ വ്യക്തി പോകാൻ പോകുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കാലിൽ കുത്തി വെച്ചിട്ട് പിന്നെ മറ്റേ കാലം എവിടെ കുത്തണം എന്ന് ആലോചിച്ച് ചുറ്റും നോക്കിക്കൊണ്ടിരിക്കുന്ന വ്യക്തി ഏത് നേരവും നിങ്ങൾക്ക് പണിയാണ് വരുന്നത്. അപ്പോ ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ള സോഡിയക് സൈൻ കുറച്ച് വന്നിട്ടുണ്ട്. ഞാനത് പറഞ്ഞുതരാം. നിങ്ങൾക്കുള്ള ഗൈഡൻസ് ദൈവം പറയുന്നത് നല്ലൊരു തോൽവിയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു കയറാൻ തോന്നുന്നു. നമ്മൾക്ക് ഒരാൾക്ക് ഞാൻ ചെയ്യുന്നത് തെറ്റാണ് എന്ന ബോധ്യം വരുമ്പോഴാണ് എനിക്ക് കുറ്റബോധം വരുമ്പോൾ. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ആ തെറ്റ് തിരുത്താനോ അല്ലെങ്കിൽ ആ തെറ്റ് പിന്നെ ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കും. ഈ വന്ന് കയറുന്ന വ്യക്തിക്ക് ചെയ്യുന്നതൊന്നും തെറ്റാണ് എന്നൊരു ബോധമില്ല. തെറ്റാണെന്ന്
ആരോടും സമ്മതിക്കില്ല. നിങ്ങൾ കയ്യോടെ പിടിച്ചാലും ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് നിങ്ങളുടെ മുഖത്ത് നോക്കി നുണ പറയാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് ഈ വ്യക്തി. അപ്പൊ അങ്ങനെ വരുമ്പോ എന്താ വെച്ചാല് കുറ്റങ്ങളിൽ നിന്ന് കുറ്റങ്ങളിലേക്ക് ഈ വ്യക്തി പോയിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് തലവേദനയാവും. ഈ ലീഗൽ പാർട്ട്ണർ എന്തിൽ കൂടെയാണോ പോയത് അതിൽ കൂടെ നിങ്ങൾ പതുക്കെ പതുക്കെ പോകാൻ തുടങ്ങും. പിന്നെ ഒരു ഗുണമെന്ന് വെച്ചാൽ നിങ്ങൾ ഇതിനകത്ത് കല്യാണം കഴിച്ചിട്ടില്ല. ഇത് റിലേഷൻഷിപ്പിന്റെ ആ സ്റ്റേജിലാണ്. അത് നിങ്ങളുടെ ഒരു ഭാഗ്യം. എന്തായാലും ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. അത് തലവേദനകൾ വന്ന് കയറുന്നതേ. ഞാൻ ഇതിനകത്ത് ഓക്കെ, ടോറസ്, ലീബ്ര, പൈസീസ്, കാപ്രിക്കോൺ, ഡബിൾ എനർജിയാണ്. അതും നെഗറ്റീവ് ആയിട്ടാണ് വന്നേക്കുന്നത്. ഭയങ്കര തലവേദനയാവും. ജസ്റ്റിസ്, ലീബ്ര. അപ്പോ വേറൊരു പ്രശ്നം, ചില ആളുകള് ഉഴപ്പാണെങ്കിലും വീട് നോക്കും. വളരെ റെസ്പോൺസിബിലിറ്റി ഉള്ള ആയിട്ട് പെരുമാറും. വീടിന്റെ കാര്യം, മക്കളുടെ കാര്യം, ഭാര്യയുടെ കാര്യം, ഭർത്താവിന്റെ കാര്യം കൃത്യമായിട്ട് നോക്കും. ഈ വ്യക്തി അതും നോക്കില്ല. എല്ലാ ഉത്തരവാദിത്വം നിങ്ങളുടെ തലയിൽ വരികയും ചെയ്യും. എല്ലാ ലൈഫ് മൊത്തം ഈ വ്യക്തി എൻജോയ് ചെയ്യും. നിങ്ങളെ ഉപദ്രവിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് ഒരു നേരം മനസമാധാനം തരില്ല ഈ വ്യക്തി. നിങ്ങൾക്ക് ഈ അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞാൻ പറയുന്നത്. എന്നാലും എൻ്റെ ഒരു കടമ, ടാരോ റീഡിംഗ് കണ്ട കാര്യം ഞാൻ പറഞ്ഞു. അപ്പൊ ഇതോടുകൂടി ഇന്നത്തെ റീഡിംഗ് ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇതുവരെ എൻ്റെ റീഡിംഗ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യവും തന്നനുഗ്രഹിക്കാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും ഒരു റീഡിംഗുമായിട്ട് വരാം. ടേക്ക് കെയർ. സേഫ് ആയിട്ടിരിക്കുന്ന എല്ലാവരും ടേക്ക് കെയർ. ബൈ ബൈ.